തെക്കുംപാവരുടെ പെണ്ണിനെ നീ പ്രേമിക്കുമോടാ നക്കി നായരെ എന്ന് ആ നാറി എന്നോട് അലറിയെന്നുള്ളതാണ് സത്യം. സാമൂഹ്യ കാര്യങ്ങളെ ദുർഗ്രഹ നർമ്മത്തിൽ പാകം ചെയ്യുക, നല്ലോണം സാഹിത്യം താളിച്ച് അതിനെ സർഗാത്മകമാക്കുക, ശേഷം അളവിലധികം വിരസത തൂക്കി അതിനെ അരോചകമാക്കുക, എന്നിട്ടത് നവമാധ്യമങ്ങളിലൂടെ സമൂഹത്തിലേക്ക് വിളമ്പുക, ശേഷം ദഹനക്കേട് പിടിച്ച നാട്ടുകാരുടെ ശത്രുതയ്ക്കും ശാപത്തിനുമൊക്കെ ഇരപ്പെടുക. ഇതാണല്ലോ പോങ്ങന്റെ ഒരു പ്രവർത്തന രീതിയും അതിന്റെ പ്രതിഫലവും. എന്നാൽ ഇന്ന് സാമൂഹ്യ കാര്യങ്ങൾ ഒന്നും തന്നെ പോകാൻ പറയുന്നില്ല. കാരണം ഇന്നെന്റെ വിവാഹ വാർഷികമാണ്, 20ാമത്തെ വിവാഹ വാർഷികം. ബാച്ചിലർ ജീവിതം ഔദ്യോഗികമായി എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു എന്നും പറയാം. ബാച്ചിലർ ജീവിതം ആസ്വദിച്ചു, ദാമ്പത്യ ജീവിതം നയിച്ചു, കുടുംബജീവിതം മനസ്സിലാക്കി, താത ജീവിതം അറിഞ്ഞു. ശേഷം പോങ്ങൻ ഇപ്പോൾ വീണ്ടും ബാച്ചിലർ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള സാമൂഹിക സംവിധാനത്തെ പറ്റി ആധികാരികമായി പറയാൻ പലരെയും പോലെ എനിക്കും ഇന്ന് യോഗ്യതയുണ്ട്. പക്ഷേ ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല. ഇവിടെ വന്ന് എന്നെ പതിവായി കേൾക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ സ്വയം പരിചയപ്പെടുത്താനാണ് എൻ്റെ വിവാഹ വാർഷിക ദിനത്തെ ഞാനിന്ന് ഉപയോഗിക്കുന്നത്. ഇനിയുള്ള സംസാരത്തിൽ തമാശയായി പോലും ഞാനൊരു അസത്യവും പറയില്ല എന്ന് എല്ലാ പോങ്ങ പ്രേക്ഷകർക്കും ഞാൻ ഉറപ്പു നൽകുന്നു. ആദ്യം ഈ പോങ്ങന്റെ ബാച്ചിലർ ജീവിതത്തെ പറ്റി ഒന്ന് പറയാം. പുല്ലിംഗധാരിയായിട്ടുള്ള ഒരു പുരുഷ ശിശുവായിട്ടാണ് അമ്മയുടെ വയറ്റിൽ നിന്നും ഞാൻ ഭൂപ്പെട്ടത്. അങ്ങനെ പറയുന്നത് സാഹിത്യമാണ്, പക്ഷെ ഒരു രസത്തിന്, ഒരു താളത്തിന് അങ്ങനെ ഇരുന്നോട്ടെ. ജനിച്ചപ്പോഴേ ബാച്ചിലർ ആയിരുന്നു. പൈതൽ പരുവത്തിൽ കാണപ്പെട്ടിരുന്നുവെങ്കിലും ശരീരഭാരം സൂക്ഷം 4.5 കിലോയിൽ അധികമായിരുന്നു എന്നാണ് ചരിത്രം. പിറന്നപാടെ പോങ്ങൻ കരയാൻ കൂട്ടാക്കിയില്ല. സാധാരണ കുട്ടികൾ കരച്ചിലോടുകൂടിയാണ് ജീവിതം തുടങ്ങുക. പോങ്ങൻ കരഞ്ഞില്ല. രസ്യനൊരു മൂത്രരേഖ അന്തരീക്ഷത്തിലൂടെ മഴവില്ലാകൃതിയിൽ രചിച്ചു. ശേഷമാണ് പ്രഥമ കരച്ചിലും അതുവഴിയുള്ള പ്രാണവായു കൊണ്ട് ശ്വാസകോശ നിറയ്ക്കലുമൊക്കെ നടത്തിയത്. അതായത് ബാച്ചിലറായി ജനിച്ച പോങ്ങ ശരീരത്തിൽ ആദ്യം കർമ്മകുശലത പ്രകടിപ്പിച്ച അവയവം എന്ന് പറയുന്നത് പോങ്ങന്റെ ഇമ്മാണിയായി. ഞങ്ങളുടെ നാട്ടിൽ അതിനെ കല്യാണ സൂത്രം എന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട് കേട്ടോ. ഇമ്മാണി എന്നായിരുന്നു ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തായാലും കരയുന്നതിന് മുന്നേ കല്യാണ സൂത്രം പ്രവർത്തിച്ചു തുടങ്ങിയതിനാൽ ആവണം. ഓർമ്മ വെച്ച കാലം മുതൽ ഞാനൊരു ഫെമിനിസ്റ്റ് ആയിരുന്നു. നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ സ്ത്രീപക്ഷപാതം അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുൻപായി പോങ്ങൻ ലിംഗസമത്വവും സ്ത്രീ പുരുഷ തുല്യതയും ഒക്കെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞിരുന്നു എന്ന സത്യം ഞാനിന്ന് പരസ്യപ്പെടുത്തുകയാണ് ഈ സുദിനത്തിൽ. ശരിക്കും പറഞ്ഞാൽ നഴ്സറി സ്കൂൾ മുതൽ സ്ത്രീകൾക്കു വേണ്ടി കരഞ്ഞു തുടങ്ങിയവനാണ് ഈ പോങ്ങൻ. വിശ്വസിക്കാൻ നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുന്ന ഒരു സന്ദേഹം എന്റെ മനസ്സിലുണ്ട് താനും. പക്ഷെ സത്യമാണ്. നഴ്സറിയിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന അൽഫോൺസയായിരുന്നു എന്റെ ആദ്യത്തെ കൂട്ടുകാരി. എന്റെ നാവ് ഉച്ചാരണ സാക്ഷരത നേടാതിരുന്നത് കൊണ്ട് എനിക്ക് അപ്പോണി എന്നേ നഴ്സറി കാലത്ത് ആ അൽഫോൺസയെ വിളിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോണിയുടെ അടുത്ത് ഇരുന്നില്ലെങ്കിൽ എനിക്ക് കരയാൻ മുട്ടും. അപ്പോണിയുടെ ഒപ്പം ആഹരിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. അപ്പോണിയെ നോക്കി ഏതേലും ഒരു പരട്ടക്കുട്ടി ഒന്ന് ചിരിച്ചാൽ ഞാൻ കണ്ണടച്ച് നിലവിളിക്കും. അപ്പോണി ആരെയും നോക്കി ചിരിച്ചാൽ നിലത്തു കിടന്ന് ഞാൻ അലറി കരയും. അപ്പോണിയെ ചുറ്റിപ്പറ്റിയായിരുന്നു കേട്ടോ എന്റെ നഴ്സറി കാലം. നാരീമണികളോട് കുഞ്ഞുനാൾ തന്നെ പോങ്ങൻ പുലർത്തിപ്പോന്നിരുന്ന കരുതൽ എത്ര കരുത്തുറ്റതായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ക്രൂരകളാണ്. സ്ത്രീകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ. എന്നിലൊരു സമത്വവാദി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതും അപ്പോണി കാരണമാണ്. അതിൻ്റെ കാര്യം കൂടി ഞാനൊന്ന് നിങ്ങളോട് പറയാം. ഒരിക്കൽ ഈ അപ്പോണി മൂത്രമൊഴിക്കുന്നത് ഞാനൊന്ന് കാണാനിടയായി. ഞങ്ങളുടെ നഴ്സറി സ്കൂളിന്റെ വലതുവശത്തുള്ള റബ്ബർ തോട്ടത്തിലാണ് പെൺകുട്ടികൾ മൂത്രിച്ചിരുന്നത് എങ്കിൽ ഇടതുവശത്തു നിന്നാണ് ആൺകുട്ടികൾ കാര്യം സാധിച്ചിരുന്നത്. ഇടതുവശത്ത് നിന്ന്. ഈ ഇടതു നിന്നുള്ള ആ പെടുക്കലാണോ പിൽക്കാലത്ത് എന്നെ ഒരു ഇടതുപക്ഷക്കാരനാക്കി മാറ്റിയതെന്ന് പോലും ഞാനിപ്പോൾ സംശയിച്ചു പോവുകയാണ് കേട്ടോ. അവസരം കിട്ടിയപ്പോൾ അങ്ങനെ ഒന്ന് സംശയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തോ ആവട്ടെ. ഒരിക്കൽ അതിവേഗം മൂത്രമൊഴിച്ച് അപ്പോണിയുടെ അടുത്തേക്ക് ഞാൻ ഓടി അങ്ങോട്ട് ചെന്നു. പറമ്പിൽ കുത്തിയിരുന്ന് മൂത്രിക്കുന്ന അപ്പോണിയെയാണ് ഞാൻ കാണുന്നത്. എനിക്കത് വലിയ കൗതുകമായി. നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്ന എനിക്ക് ഇരുന്നു കൊണ്ട് മൂത്രമൊഴിക്കുന്ന അപ്പോണി അതിശയമാവുന്നതിൽ ഒട്ടും തന്നെ അശ്ലീലമില്ലല്ലോ അല്ലേ? പ്രായം 5 ഉള്ളൂ. എന്തായാലും കൗതുകം അടക്കാനായി ഞാൻ അപ്പോണിയുടെ അടുത്തു ചെന്ന് നിലത്തേക്ക് കവിൾ ചേർത്തു വെച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് കിടന്നു. എന്നിട്ട് അപ്പോണിയുടെ വിസർജന വേല സസൂക്ഷ്മം നിരീക്ഷിക്കാൻ ശ്രമിച്ചു. ഇന്നത്തെ പോലെ നിരീക്ഷകന്മാർക്ക് അത്ര കണ്ട് വിലയുള്ള കാലമായിരുന്നില്ല അത്. അതുകൊണ്ട് എന്റെ നിരീക്ഷണ വൈഭവത്തെ ആസ്വദിക്കാൻ അപ്പോണിക്ക് തീരെ സാധിച്ചില്ല. അതിനാൽ ഒഴിച്ചു പൂർത്തിയാവാത്ത മൂത്രത്തെ സഡൻ ബ്രേക്കിൽ നിർത്തിയിട്ട് നിക്കറും വലിച്ചു കയറ്റി ഭൂമി വിളരുന്ന ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് തന്നെ ടീച്ചറുടെ അടുത്തേക്ക് അപ്പോണിക്ക് പാഞ്ഞു ചെല്ലേണ്ടതായി വന്നു. കാര്യം ചോദിച്ചറിഞ്ഞ വിവരത്തിന് അധ്യാപികയായ കന്യാസ്ത്രീ ഉദാരമായി എന്നെ മർദ്ദിക്കാൻ മനസ്സുവെച്ചു എന്നുള്ളതാണ് സത്യം. ചെറിയ വള്ളിച്ചൂരിൽ വെച്ച് പൂമാല കൊണ്ട് തല്ലുന്നത് പോലെയാണ് തല്ലിയതെങ്കിൽ പോലും ഞാൻ നന്നായിട്ട് അലറിക്കരഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. ആ കരച്ചിൽ പക്ഷെ അടിയുടെ വേദന കൊണ്ടല്ല. അപ്പോണി കരഞ്ഞതിന്റെ കാരണം അറിയാത്ത സങ്കടത്തിലാണ് എന്റെ കരച്ചിൽ. അപ്പോണി എന്തുകൊണ്ടായിരിക്കും കരഞ്ഞു ഓടിയത്?
നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്ന എനിക്ക് ഇരുന്നു കൊണ്ട് മൂത്രമൊഴിക്കുന്ന അപ്പോണിയെ ഓർത്ത് എന്നും സങ്കടമായിരുന്നു. നിന്നുകൊണ്ട് മൂത്രമൊഴിക്കാൻ അവളെ പ്രാപ്തയാക്കണമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അതിനായിട്ട് ശ്രമിച്ചപ്പോഴൊക്കെ അവൾ കരഞ്ഞ് നിലവിളിച്ച് നിക്കറും വലിച്ചു കയറ്റി ഓടി ടീച്ചറിന്റെ അടുത്തേക്ക് ചെല്ലും. ടീച്ചർ എന്നെ പിടിച്ച് വായുവിലേക്ക് എറിഞ്ഞിട്ട് താഴേക്ക് വരുന്നതിന് മുമ്പേ തല്ലും. എനിക്കാണെങ്കിൽ ഇരുന്നുകൊണ്ടും മൂത്രമൊഴിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അപ്പോണിക്ക് അത് പറ്റുന്നില്ല, നിന്നുകൊണ്ട് മൂത്രമൊഴിക്കാൻ. അതാണ് എന്റെ പ്രശ്നം. എനിക്കൊപ്പം നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്ന എന്റെ അപ്പോണി. സത്യം പറഞ്ഞാൽ അതായിരുന്നു ഞാൻ കണ്ട ആദ്യത്തെ സമത്വ സുന്ദര സ്വപ്നം. ഇന്നും മൂത്രമൊഴിക്കുമ്പോൾ അപ്പോണിയെ ഓർത്ത് ഞാൻ കരയാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം രൂക്ഷമായിട്ടുള്ള സ്ത്രീപക്ഷ ചിന്തയാണ് ഞാൻ കൊണ്ടു നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവും, ഇല്ലേ? ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രൂരരാണ്, അത്രേ പറയാൻ പറ്റൂ. പുരുഷനൊപ്പം നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്ന സ്ത്രീ ഒരുപക്ഷെ മൂന്നാം പിണറായി സർക്കാർ സംഭവിച്ച ലിംഗനീതി ആ നിലയിലേക്ക് പരുവപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം സത്യമായാലും ഇല്ലെങ്കിലും ബാച്ചിലർ ജീവിതം അതിന്റെ ബാല്യവും കൗമാരവും ഒക്കെ അങ്ങനെ അങ്ങ് താണ്ടുമ്പോൾ പോലും പോങ്ങൻ സ്ത്രീപക്ഷവാദിയായി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്നതാണ് പരമാർത്ഥം. സ്ത്രീകളുടെ സുഖത്തിനും സന്തോഷത്തിനും ഉതകുന്ന നിലയിൽ സ്വഭാവ രൂപീകരണം നടത്തിയിട്ടും പോങ്ങന് ലക്ഷണമൊത്ത ഒരു കാമുകനാവാൻ സാധിച്ചിട്ടേയില്ല ആ കാലത്ത്. നഴ്സറിയിൽ അപ്പോണിയോടായിരുന്നു പ്രിയമെങ്കിൽ പോലും 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ സുസ്മിത എസ് കൈമളെ പോങ്ങൻ നിരുപാധികം പ്രണയിച്ചു കേട്ടോ. 1, 2, 3 ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. എന്തായാലും 4ാം ക്ലാസ് മുതൽ സുസ്മിത എസ് കൈമളായിരുന്നു പോങ്ങന്റെ പ്രണയിനി. അവളുടെ ഭർത്താവ് ഇന്നൊരു സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്ന് കേട്ടിട്ടുള്ളതിനാൽ വമ്പത്തിയുടെ ജാതി നിലനിർത്തിക്കൊണ്ട് പോങ്ങൻ പേരു മാറ്റിയെന്ന് നിങ്ങളെ അറിയിക്കുന്നു കേട്ടോ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അനീറ്റയോടായിരുന്നു കേട്ടോ കമ്പം. അനീറ്റ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവളെ. സ്നേഹിതനായിട്ടുള്ള സജയന്റെ കാമുകിയാണെന്ന് അറിഞ്ഞപ്പോൾ അനീറ്റയോടുള്ള പ്രണയം അവരുടെ കൂട്ടുകാരിയായിട്ടുള്ള ഫെബി എബ്രാഹിമിന്റെ തലയിൽ വർഷിക്കാമെന്ന് പോങ്ങൻ ആത്മാർത്ഥമായിട്ടും വിചാരിച്ചു. അനീറ്റയ്ക്ക് കിട്ടാതിരുന്ന ഭാഗ്യം സ്വാഭാവികമായിട്ടും അത് ഞാൻ ഫെബിക്ക് കൊടുക്കാൻ തയ്യാറായി. അതിന്റെ ഇടയിൽ സ്വപ്ന തോമസിൽ ഒരു ചെറിയ കമ്പം എനിക്ക് കയറിയതായിരുന്നു. പക്ഷേ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരുവനും തൊട്ട അയൽവാസിയുമായിട്ടുള്ള ജയരാജ് സ്വപ്നയിൽ നോട്ടമിട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് പുറകോട്ട് പോയി. എന്തായാലും അനീറ്റയ്ക്ക് സജയനോടുള്ള ഒരു ഇഷ്ടം തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ പറഞ്ഞല്ലോ ഫെബിയിലേക്ക് എന്റെ പ്രണയത്തെ അങ്ങോട്ടേക്ക് വകമാറ്റി ചെലവഴിക്കാൻ തീരുമാനിച്ചു. സംഭവം റോഷൻ തോമസ് എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരനോട് വളരെ ആത്മാർത്ഥമായി ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു. അത് പറഞ്ഞു തീർന്നില്ല, അവൻ എന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. വളരെ ആത്മാർത്ഥമായി തന്നെ കുത്തിപ്പിടിച്ചു. ശ്വാസം അകത്തോട്ടും പോകുന്നില്ല, വാക്കുകൾ പുറത്തോട്ടും വരുന്നില്ല. വാക്കെന്ന് പറഞ്ഞാൽ കരച്ചിൽ, അലറാൻ പറ്റുന്നില്ല, ശ്വാസം ഇട്ട് എടുക്കാനും പറ്റില്ല. അമ്മാതിരി കുത്തിപ്പിടുത്തമായിരുന്നു കഴുത്തിന്. തെക്കുംപാവരുടെ പെണ്ണിനെ നീ പ്രേമിക്കുമോടാ നക്കി നായരെ എന്ന് ആ നാറി എന്നോട് അലറി എന്നുള്ളതാണ് സത്യം. തെക്കുംപാവരുടെ പെണ്ണിനെ നീ പ്രേമിക്കുമോടാ നക്കി നായരെ എന്ന് ഈ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറുകയാണ്. റോമൻ കത്തോലിക്കയായിട്ടുള്ള റോഷന് ക്നാനായ പെണ്ണിന്റെ കാര്യത്തിൽ ഇത്ര ശുഷ്കാന്തി എന്താണെന്ന് ഞാൻ ചോദിക്കാത്തത് അവൻ കഴുത്തിന് കുത്തിപ്പിടിച്ചത് കൊണ്ട് മാത്രമല്ല. ആ നരനാറിക്ക് അക്കാലത്ത് എന്നേക്കാൾ മുടിഞ്ഞ ഊരുണ്ടായിരുന്നു. മുടിഞ്ഞ ഊര്. ആടും മാടും കോഴിയും താറാവും പന്നിയും പോത്തും കാളയും ഒക്കെ തിന്ന് അവനൊരുമാതിരി തടുക്കുമൂരിയുടെ പരുവത്തിൽ അങ്ങനെ കഴിയുന്ന കാലമാണ്. കൈയൊക്കെ കാണണം, കാലുപോലെ ഇരിക്കും, അമ്മാതിരി വലുപ്പമാണ്. എന്തായാലും വൈകാതെയാണ് ആ സത്യം എനിക്ക് മനസ്സിലായത്. ഫെബി എബ്രാഹിമിനോട് നമ്മുടെ ഈ റോഷൻ തോമസിന് പ്രണയമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്റെ കഴുത്തിന് ഞെക്കി ശ്വാസം മുട്ടിച്ചതിൽ ന്യായവുമുണ്ടെന്ന് എനിക്ക് അന്നും ഇന്നും അറിയാം. എങ്കിലും മൊത്തത്തിൽ ഈ ഫെബിയുടെ ഒരു സൗന്ദര്യവും റോഷന്റെ ആ കഴുത്തിന് പിടിപ്പ് എല്ലാം കൂടെ വെച്ച് നോക്കിക്കൊണ്ട് എനിക്ക് വലിയ പ്രതികാരമൊന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ പോലും മനസ്താപം കാരണം ഞാൻ ഒരു മെഴുകുതിരിയൊക്കെ മേടിച്ച് പതിയെ അങ്ങനെ അങ്ങ് ചെന്ന് ആ മെഴുകുതിരിയൊക്കെ അങ്ങ് കത്തിച്ചുകൊണ്ട് ചേർപ്പങ്കൽ പള്ളിയിലെ നമ്മുടെ ഉണ്ണീശയോട് അതീവ രഹസ്യമായി പോകുന്ന ഒരു പ്രാർത്ഥന നടത്തിയെന്ന കാര്യവും ഈ അവസരത്തിൽ ഞാൻ പുറത്തു വിടുകയാണ്. റോഷ, നിനക്ക് ഒന്നും തോന്നരുത്, എന്നോട് ഗതികേട് കൊണ്ടാണ്, ചെയ്തു പോയി. അതായത് ക്നാനായക്കാരിയായിട്ടുള്ള ഫെബി എബ്രാഹവുമായി റോമൻ കത്തോലിക്കയായിട്ടുള്ള റോഷൻ തോമസ് തികഞ്ഞ പ്രണയത്തിലാണെന്നും അത് തുടർന്നാൽ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള യുദ്ധത്തിലെ അവരുടെ പ്രണയം കലാശിക്കുകയുള്ളൂ എന്നും അതുകൊണ്ട് സഭകളുടെ സമാധാനത്തിന് അവർ തമ്മിലുള്ള പ്രണയം ഉണ്ണിയേശു ദയവായി ഒന്ന് പൊളിച്ചു തരണമെന്നും ഞാൻ വളരെ ആത്മാർത്ഥമായി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു. മാത്രമല്ല, ഞാനൊരു നായരാണെന്ന് കണ്ട് എന്റെ പ്രാർത്ഥന ഉണ്ണിയേശു കേൾക്കാതെ പോവരുതെന്ന മട്ടിൽ ജാതിക്കാടും ഞാൻ നിർന്നാണം അങ്ങോട്ടേക്ക് എടുത്തു വീശി. എന്തായാലും എന്റെ പ്രാർത്ഥന ഫലിച്ചു. ജാതിക്കാട് ഏശിയതാണോ എന്നറിയില്ല, പ്രാർത്ഥന ഫലിച്ചു. പിതാവ് സ്ഥലം മാറ്റം കിട്ടിയതിനാൽ ഫെവിയും അവളുടെ അനുജനും കൂടി സ്കൂൾ മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അവരല്ല മാറിപ്പോയത്, ക്നാനായക്കാരും റോമൻ കത്തോലിക്കരും തമ്മിൽ ഉണ്ടാവാനിരുന്ന യുദ്ധമാണ് ഒരു നായരുടെ പ്രാർത്ഥനയിലൂടെ അങ്ങനെ മാറിപ്പോയതെന്ന് ഇന്നും പോങ്ങൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഉണ്ണിയേശുവിനും അക്കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രീ ഡിഗ്രി കാലമായപ്പോഴേക്കും സ്വന്തമായി എനിക്കൊരു കാമുകിയെ തരപ്പെട്ടു. സ്കൂൾ കാലത്തൊന്നും സാധിച്ചിരുന്നില്ലല്ലോ, ഒരുപാട് പ്രണയിച്ചു, ഒന്നും തരപ്പെട്ടില്ല. പക്ഷേ പ്രീ ഡിഗ്രി ആയപ്പോൾ ആദ്യമായി എനിക്കൊരു കാമുകിയെ ലഭിച്ചു. ആ കാമുകിയായിരുന്നോ എന്റെ ബാച്ചിലർ ജീവിതത്തെ ഇല്ലാതാക്കിയത്? അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ?
സമയം ഇത്രയുമായ നിലയ്ക്ക് അതിനെപ്പറ്റി അടുത്ത അദ്ദേഹത്തിൽ പറയുന്നതല്ലേ ബുദ്ധി. കാരണം ദൈർഘ്യമേറിയ വീഡിയോകൾ പലർക്കും അലോസരമാകുന്നു എന്നറിഞ്ഞ നിലയ്ക്ക് പോങ്ങൻ നാവടക്കം പാലിക്കാൻ ബാധ്യസ്ഥനല്ലേ? അത് ചെയ്യേണ്ടതല്ലേ? എന്തായാലും ഞാൻ വിവാഹിതനായി എന്ന കാര്യം നിങ്ങളോട് പറഞ്ഞതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോകളിൽ ഒന്നിൽ എന്റെ അറിവിൽ ആത്മഹത്യ ചെയ്ത 4 RSSകാരെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതിൽ 2 പേരെ എനിക്ക് വ്യക്തിപരമായി അറിയാമെന്നും അവരെ പറ്റി വൈകാതെ ഞാൻ ഇവിടെ പറയുമെന്നും നിങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഒരു RSSകാരന്റെ ആത്മഹത്യയെ പറ്റി പറയുമ്പോൾ എന്റെ വിവാഹകാര്യവും പറയാതെ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറഞ്ഞത്. വിവാഹവും ആത്മഹത്യയും തമ്മിൽ ബന്ധമില്ല എങ്കിൽ പോലും അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. എങ്കിലും അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ആത്മഹത്യയെ പറ്റി പറയുമ്പോൾ വിവാഹിതനായ എന്നെ കൂടി എനിക്ക് ഒന്ന് സൂചിപ്പിക്കേണ്ടതായിട്ട് വരും. അതിന് മുന്നോടിയായി നടത്തിയിട്ടുള്ള ഒരു സംസാരം മാത്രമാണിത്. വിവാഹ വാർഷിക ദിനത്തിൽ തന്നെ ഇത്തരമൊരു പറച്ചിൽ തുടങ്ങുന്നതല്ലേ നല്ലത് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടായി. മാത്രവുമല്ല, ഇത്രയും കേട്ടപ്പോൾ എന്തുകൊണ്ട് എന്റെ ബാച്ചിലർ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയെന്ന കാര്യത്തിൽ ഏതാണ്ടൊരു പിടിയും നിങ്ങൾക്ക് കിട്ടിക്കാണില്ലേ? ഇല്ലേ? അതാണോ സത്യം? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം. ആർക്കെങ്കിലും ഈ വിഷയം, ഇതുപോലുള്ള സംസാരങ്ങൾ, ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം എന്നെക്കാൾ മുതിർന്നവരാണ് കൂടുതലും ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കൊച്ചു കൊച്ചു നുണുക്കു കഥകൾ, ഇങ്ങനെ കഥയല്ല കേട്ടോ, പച്ച യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ താല്പര്യമുണ്ട്, കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുന്നതിനകത്ത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ, ജീവിതമല്ലേ, അനുഭവങ്ങളല്ലേ, വെറുതെ കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പറയാൻ ഇതുപോലുള്ള ഒരുപാട് രസങ്ങൾ വാസ്തവത്തിൽ പോകാനുണ്ട്. അതുകൊണ്ട് ദയവായി ഒന്ന് കേൾക്കാൻ സാധിച്ചാൽ നല്ലതാണ്. നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി. നമുക്ക് ഇതും തുടരാം. സ്നേഹം. വേറെ വിശേഷമൊന്നുമില്ല. രാത്രി ഒരുപാടായി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 8:30 മണിയായി. ഞാൻ ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണാനുണ്ടാവുമോ? ഒരു 9:30 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സാധിക്കുമോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇത്രയും നേരം പകൽ വെറുതെ ഇരിക്കുകയായിരുന്നു, ഒന്നും ചെയ്യാൻ തോന്നിയില്ല. എന്തെങ്കിലുമൊക്കെ കുറിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതും പറ്റിയില്ല. ഞാൻ ഇതൊരു നല്ല കുറിപ്പായിട്ട് ഇട്ടിരുന്നെങ്കിൽ തന്നെ നല്ലതായിരുന്നു അല്ലേ? ഈ സംസാരം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അത് രസമായിരിക്കുന്നു. അപ്പോൾ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ ഇതൊരു കുറിപ്പായിട്ട് അവിടെ പങ്കിടാം. ശരി, കാണാം. സന്തോഷം. ശുഭരാത്രി. സ്നേഹം. നമുക്കെല്ലാം നല്ലത് വരട്ടെ. ടാറ്റ.